ശൈഖന ഓതിയ ഇന്നമാ വലിയുക്കുമെന്ന് വിട്ട് വേറെ ആയത്ത് ഓതി. ആ ആയത്ത് വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക എന്ന ആയത്ത് തന്നെ. എന്തിനാണ് ആയത്ത് നിങ്ങൾ ഓതിയത്? അത് എന്തിനാണ് എന്ന് മൗലാനയുടെ അടുത്ത വിശദീകരണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് നമുക്ക് കേൾക്കാം. അതേ സമയത്ത് മാലിയക്കൽ സുലൈമാൻ സഖാഫിയുടെ ഒരു പുസ്തകത്തിൽ സമയത്ത് ഈ ആയത്തിന് ശരിയായ മാലിയക്കൽ സുലൈമാൻ ഈ പറഞ്ഞ വിശദീകരണം ഇല്ലാതെ ഒരു സ്ഥലത്ത് കൊടുത്തു. എന്നാൽ വേറൊരു സ്ഥലത്ത് അർത്ഥം പറയുമ്പോൾ എന്തോ വാചകം വിട്ടുപോയി. അതേ പുസ്തകത്തിൽ തന്നെ അതുപോലെ ആ പുസ്തകത്തിൽ പല ഹറക്കത്തുകളും നീട്ടിപ്പിയെടുക്കുന്ന സമയത്ത് തെറ്റിപ്പോയ കൂട്ടത്തിൽ ഒരു സ്ഥലത്ത് റസൂലാന്ന് ഹർക്കത്തും തെറ്റിപ്പോയി. അത് വലിയ ഒരാശയമായി ഞങ്ങളെ വലിയ ആശയമാക്കി മാറ്റി ഖുർആനിൽ തിരുമറി നടത്തി എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് മൗലവിമാർ. എന്നാൽ അതിന്റെ നേരെ ഇപ്പോഴത്തെ പേജിൽ ശരിയായ നിലക്കുണ്ട്. ഇവിടെ ഒരു പെസക് അച്ചടി പെസക് സംഭവിച്ചതും അതുപോലെ ഒന്നോ രണ്ടോ വാചകങ്ങൾ അദ്ദേഹം എഴുതാനോ അല്ലെങ്കിൽ എഴുതിക്കൊടുത്തത് അച്ചടിക്കാനോ വിട്ടുപോയതും അത് വലിയ വിഷയമാക്കിയിട്ടെടുത്ത് ഖുർആനിൽ തിരുമറി ചെയ്തത്. എന്നാൽ ഞാൻ ചോദിക്കുന്നു, എന്തിന് ഖുർആനിൽ തിരുമറി നടത്തണം? ഖുർആനിൽ ഉള്ളത് തന്നെ പറഞ്ഞാൽ അത് തെളിവല്ലേ? ഖുർആനിൽ ഉള്ളത് തന്നെ പറഞ്ഞിട്ട് ഈ ആയത്ത് ഞങ്ങൾ പലപ്പോഴും തെളിവ് പറഞ്ഞതല്ലേ? ഞാൻ തന്നെ 25 കൊല്ലമായി ഈ ആയത്ത് പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ ചോദിക്കുന്നു, വളരെ വ്യക്തമായി ഉള്ളതല്ലേ? ഇപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. സുലൈമാൻ സഖാഫി എന്താ തിരുത്താൻ കാര്യം പറയും? മൂപ്പനെ 25 കൊല്ലമായിട്ട് പറയണേ, എന്നിട്ട് സമർത്ഥിക്കാൻ കഴിയണില്ല. അതുകൊണ്ട് ഇനിയിപ്പോ സമർത്ഥിക്കുന്ന രൂപത്തിൽ ആയത്തങ്ങ് മാറ്റിയ പ്രശ്നം തീർന്നല്ലോ. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഗുട്ടൻസ് പിടികിട്ടിയത്. സുലൈമാൻ സഖാഫി എന്താ തിരുത്താൻ പോയതെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി. 25 കൊല്ലമായിട്ട് മൂപ്പിലാൻ പറയുന്നുണ്ട്, പക്ഷെ സമർത്ഥിക്കാൻ പറ്റണില്ല. പിന്നെ എന്ത് ചെയ്യാനാണ് തിരുത്തല്ലാതെ? ഇനി സഹോദരങ്ങളെ, വേറൊരു കാര്യം ഇവിടെ സമ്മതിച്ചു. എന്താണെന്നറിയോ? നിങ്ങൾക്ക് മറുപടി നിങ്ങളാ. എന്താ സമ്മതിച്ചറിയോ? ആയത്ത് തെറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചു. ആയത്ത് തെറ്റിയിട്ടുണ്ട്, എഴുതിയപ്പോൾ തെറ്റിയതാണ്, അർത്ഥത്തിലും തെറ്റിയിട്ടുണ്ട്. നിങ്ങളത് സമ്മതിച്ചാൽ മതി. പക്ഷേ പേരോടെ സുലൈമാൻ സഖാഫി അത് സമ്മതിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം തെറ്റി എന്ന് സുലൈമാൻ സഖാഫി അത് സമ്മതിച്ചിട്ടില്ല. എറണാകുളം ജില്ലയിൽ നിന്നുകൊണ്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ റോഡിന്റെ, ഈ നാഷണൽ ഹൈവേയുടെ കുറച്ച് കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഈ റോഡിന്റെ ഓരത്ത് നിന്നുകൊണ്ട് തന്നെ സുലൈമാൻ സഖാഫി മാടിയേക്കൽ പറഞ്ഞത് ഹർക്കത്ത് തെറ്റി എന്നത് ശരിയാണ്, പക്ഷേ അർത്ഥം തെറ്റിയിട്ടില്ല. കാരണം അർത്ഥം, ഞാൻ പറഞ്ഞ അർത്ഥം ഇബ്നു കസീറുള്ള അർത്ഥമാണ്. അപ്പം മുസ്ലിയാരെ വേറൊരു പേജിലും വേറൊരു അർത്ഥമാണല്ലോ ഉള്ളത്. അപ്പൊ അതെങ്ങനെ വന്നു? അത് വേറൊരു അർത്ഥമാണ് എന്നാണ് മുട്ടത്ത് വെച്ചുകൊണ്ട് സുലൈമാൻ സഖാഫി പറഞ്ഞത്. പേരോട് ഇവിടെ വന്നിട്ട് പറയാം അർത്ഥം തെറ്റി, അത് എഴുതിയപ്പോൾ തെറ്റിയതാണ്, വിട്ടുപോയതാണ്. ഏതാ ശരി? ഞങ്ങൾ ഏത് വിശ്വസിക്കണം? ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ മനഃപൂർവ്വം തെറ്റിച്ചതാ. ഇല്ലെങ്കിലോ എന്തിനാ ഇങ്ങനെ ന്യായീകരണം? തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മുട്ടത്ത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണെങ്കിൽ ഒറ്റ വാക്ക് മാത്രം, എന്ത്? ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്, തെറ്റിപ്പോയി, പടച്ചവനെ ഞങ്ങളോട് പൊറുക്കണം, കാരണം നിന്റെ ഖുർആനാണ്. ഞങ്ങളുടെ കൈപ്പിഴ കൊണ്ട്, ഞങ്ങളുടെ അശ്രദ്ധ കൊണ്ട് ഖുർആൻ വികലമായി കൂടാ, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ മതി, മുജാഹിദുകളോട് നിങ്ങൾ മാപ്പ് പറയണ്ട എന്ന് മുട്ടത്ത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ? പക്ഷേ ഇപ്പം പറയണത്, പേരോട് ഇവിടെ വന്നപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം പറയും ആയത്ത് തെറ്റിയിട്ടുണ്ട്, അത് അച്ചടിപ്പിശക് വന്നതാണ്, എഴുതി കൊടുത്ത് ചേർക്കാൻ വിട്ടുപോയതാണ് എന്ന്. എന്നാൽ സുലൈമാൻ സഖാഫി പറയുന്നത് ആയത്തിന്റെ ഹർക്കത്ത് തെറ്റി എന്നുള്ളത് ശരി, പക്ഷേ അർത്ഥം തെറ്റിയിട്ടില്ല. പേരോട് പറഞ്ഞു അർത്ഥം തെറ്റി. ഏതാ ശരി? എന്നിട്ട് പേരോട് വേറൊരു ന്യായീകരണം. അവിടെ ആയത്ത് തെറ്റിയിട്ടുണ്ടെങ്കിലും വേറൊരു പേജിൽ ആയത്ത് ശരിയാക്കി കൊടുത്തിട്ടുണ്ടല്ലോ, അത് പോരേന്നാ. ഇപ്പം ഞങ്ങൾക്ക് സംശയം അറിയോ? ഞങ്ങൾ പിടിച്ചാൽ നിങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ആ പേജിൽ ശരിയാക്കി കൊടുത്തതാ. ഇത് ഞങ്ങൾ പിടിക്കും എന്ന് നിങ്ങൾ സംശയിച്ചിട്ടുണ്ടാവണം. അപ്പം പറയാലോ, അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്, അടുത്ത പേജിൽ ശരിയായ അർത്ഥം കൊടുത്തിട്ടുണ്ട്. മനഃപൂർവ്വം നിങ്ങൾ ചെയ്തതാണോ എന്ന് ഞങ്ങളെ സംശയിപ്പിക്കുന്ന ബലപ്പെട്ട തെളിവുകളാണ് ഞങ്ങൾക്കിത്. പക്ഷേ നിങ്ങൾ സൂക്ഷിക്കണം, അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ടാണ് നിങ്ങളുടെ കളി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പടച്ചവന്റെ ഖുർആൻ തൊട്ട് കളിച്ച ഒരുത്തനെയും അള്ളാഹു വെറുതെ വിട്ടിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഖുർആനെ ദുർവ്യാഖ്യാനിക്കാനല്ല, ഖുർആന്റെ നേരെ മുഖം ചുളിച്ച ആളുകളെ പോലും അള്ളാഹു വെറുതെ വിട്ടിട്ടില്ല. പടച്ചവൻ പറഞ്ഞത് വിടില്ല എന്നാണ്, ഒരിക്കലും വിടില്ല എന്നാണ്. മുഹമ്മദ് നബിയോട് പോലും അള്ളാഹു പറഞ്ഞത് വലൗ തഖവ്വല അലൈനാ ബഅദുൽ അഖാബിൽ ലഅഖദ്നാ മിൻഹു ബിൽയമീൻ സുമ്മ ലഖതഅനാ മിൻഹു അൽവതീൻ എന്നാണ്. ഈ ഖുർആനിൽ നീ വെള്ളം ചേർത്താൽ
ഇതിലില്ലാത്ത എന്തെങ്കിലും നീ കൂട്ടിച്ചേർത്താൽ, ഇതിൽ കുറവ് വരുത്തിയാൽ നിന്നെ നാം വരതുകൊണ്ട് പൊക്കി നിന്റെ കണ്ടനാടി നാം മുറിച്ചു കളയും നബിയേ എന്നാണ് മുഹമ്മദ് നബിയോട് പോലും അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്ന ഖുർആനിന്റെ താക്കീത് സഖാഫികളെ നിങ്ങൾ മറക്കരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.